സുന്ദര പാവന രാത്രിയിലാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. യേശുവിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയോടൊത്ത് ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും പൂർണ്ണമായി ദിവ്യകാരുണ്യത്തിൽ ജീവനുള്ള ദൈവമായി വസിക്കുന്ന യേശു കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയെ, ആരാധന നിമിഷങ്ങളിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് തീഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്തം നമ്മുടെ ജീവിതങ്ങളിൽ അന്വർത്ഥമാകുവാൻ ഈശോയെ ആരാധന നിമിഷങ്ങളെ ഏറ്റെടുത്ത് നീ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഉമരും മുടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഈശോയിലേക്ക് നോക്കി ആരാധ്യനേ, വലിയ വിശ്വാസത്തോടെ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിലേക്ക് വിശ്വാസ നയനങ്ങൾ തുറന്നു നോക്കി നമുക്ക് ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള, മാറാരോഗങ്ങളിൽ നിന്ന് നമ്മെ സുഖപ്പെടുത്താൻ കഴിവുള്ള സർവശക്തനായ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്ന ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായും നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസത്തോടെ അവിടുത്തെ സമീപിച്ച എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ അവർക്ക് ഇട വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് അനേകരോട് പറഞ്ഞത്, മകനെ മകളെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസമാണ്. ഹൃദയത്തിൽ ആഴമേറി ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ മനുഷ്യരായി നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ വലിയ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയിലേക്ക് നോക്കി, ഈ ഗോതമ്പപ്പത്തിൽ, ഈ തിരുവോസ്തിയിൽ എൻ്റെ ഈശോയുണ്ട് എന്ന വിശ്വാസ കണ്ണുകളാലെ കണ്ട് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, നന്ദി, ആരാധന, ആരാധന, ആരാധന. ഓ ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി വസിക്കുന്നവനെ ആരാധന, 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 ആരാധന. സ്വർഗവാസികളോട് ചേർന്ന്, ഭൂവാസികളോട് ചേർന്ന്, വിശുദ്ധരോട്, മാലാഖമാരോട് ചേർന്ന്, ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമുക്ക് ചേർന്ന് ആലപിക്കാം. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഈശോയിലേക്ക് വിശ്വാസ കണ്ണുകൾ തുറന്നു നോക്കി, സർവശക്തനായ എൻ്റെ ദൈവം ഇതാ എൻ്റെ കൺമുമ്പിലുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് ആലപിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലുപ്പമോ സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലുപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. പാടാം. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. പ്രത്യാശ പകരണമേ, പ്രത്യാശ പകരണമേ, പ്രത്യാശ പകരണമേ, പ്രത്യാശ പകരണമേ. ഈശോയേ, ഈശോയേ,
ഈശോയേ ആരാധന. ഈശോയേ ഓ യേശുവേ, ആരാധിക്കുന്ന തമ്പുരാനെ, ഹല്ലേലൂയ. ഓ സ്വർഗവാസികളോട് ചേർന്ന് മാലാഖമാരോട് ദൂതരോട് ചേർന്ന് ഓ യേശുവേ ആരാധിക്കുന്നതിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന പരമപരിശുദ്ധനായ ഈശോയിലേക്ക് നോക്കി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും വേദനകളുടെ എല്ലാം മധ്യേ നിന്ന് നമ്മുടെ ദൈവത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. നിരാശയുടെ പടുകുഴിയിൽ നിന്ന്, ജീവിത തകർച്ചകളുടെ നൊമ്പരങ്ങളിൽ നിന്ന്, കഷ്ടനഷ്ടങ്ങളുടെ വേദനകളിൽ നിന്ന് വിശ്വാസത്തോടെ യേശുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടുണ്ട്. അനേകായിരങ്ങളുടെ അനുഭവമാണിത്. വലിയ ബോധ്യത്തോടെ ഉറപ്പോടെ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന യേശുവിങ്കലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉയർത്തി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കഫർനാമിലൊരു ഭവനത്തിലായിരിക്കുമ്പോൾ 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ഒരു മനുഷ്യനെയും കൊണ്ട് കിടക്കയിൽ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് ആ മകനെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അവനെ കണ്ട ഈശോ അവനോട് പറഞ്ഞു, മകനെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നീ നടക്കുക. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്കുകൾ കേട്ട തളർവാദ രോഗി അത്ഭുതകരമാംവിധം കൈകാലുകൾക്ക് ബലം പ്രാപിച്ച് അവൻ തൻ്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടന്ന ഭവനത്തിലേക്ക് പോയി. അവനെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തൻ്റെ പക്കലേക്ക്, തൻ്റെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന മനുഷ്യരുടെ വിശ്വാസമാണ് ഈശോയെ അത്ഭുതപ്പെടുത്തിയത്. ആ മകന് ഈ സൗഖ്യം നൽകുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ തകർച്ചകളുടെ മധ്യേ നിന്ന് ഇതുപോലെ യേശുവിലേക്ക് നോക്കാൻ, യേശുവിലേക്ക് കടന്നു വരുവാൻ, യേശുവിൻ്റെ നാമം വിളിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയാണ് അത്ഭുതകരമായി കർത്താവിൻ്റെ കരശക്തി കാണുവാൻ, അവിടുത്തെ നാമത്തെ ഏറ്റുപറയുവാൻ നമുക്കിടയായിത്തീരും. ഈ ആരാധനാ നിമിഷങ്ങളിൽ പ്രിയ മകനെ, മകളെ, എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ജീവനുള്ള നിൻ്റെ ദൈവത്തിലേക്ക് നോക്കി അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ, മനം തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിൻ്റെ നാമം വിളിക്കുവാൻ നീ തയ്യാറായാൽ തീർച്ചയാണ് നിൻ്റെ ജീവിതത്തിലേക്ക്, ജീവിത പ്രതികൂലങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹ കരങ്ങൾ അവൻ നീട്ടി നിന്നെ ആശീർവദിക്കും. ഈ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വരവേൽപ്പിക്കാം. കർത്താവ് എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിത തകർച്ചകളെ, രോഗങ്ങളെ, ഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന അവിടുത്തെ വലിയ വാഗ്ദാനത്തെ നമുക്ക് ഓർക്കാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ നിലവിളി കേൾക്കാൻ വയ്യാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. പ്രിയമക്കളെ, വലിയ വിശ്വാസത്തോടെ യേശുവിങ്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ, ജീവിത തകർച്ചകളെ
കരുണാപൂർവ്വം അവിടെ നിന്ന് നോക്കിക്കാണണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, എൻ്റെ രോഗങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക് ഈശോയെ നിൻ്റെ അണിപ്പാടുള്ള കരം നീട്ടി എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ ആശീർവദിക്കുവാൻ, എന്നെ സുഖപ്പെടുത്തുവാൻ കടന്നു വരണമേ എന്ന് ഈ ആരാധന നിമിഷങ്ങളിൽ തീഷ്ണമായി നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. തളരരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. തളരരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നന്ദി യേശുവേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ദിവ്യകാരുണ്യമായ അനന്തസ്നേഹമായ യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ, സങ്കടങ്ങളെ, നിരാശാനുഭവങ്ങളെല്ലാം അവിടുത്തെ അണിപ്പാടുള്ള കരങ്ങളിലേക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നീ എന്നെ കാണുന്നതിനെ ഓർത്ത്, നിന്നെ അറിയുന്നതിനെ ഓർത്ത് നന്ദി എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിൽ നമ്മളായിരുന്നാലും നമ്മെ പൂർണ്ണമായി അറിയുന്നവനാണ് ദിവ്യകാരുണ്യമായി വസിക്കുന്ന ഈശോ. ലോകം മുഴുവനോടുള്ള അനന്തമായ കാരുണ്യത്താൽ, സ്നേഹത്താൽ എരിയുന്ന ഹൃദയത്തോടെയാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോ വസിക്കുന്നത്. ആ വലിയ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കാം. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് ദിവ്യകാരുണ്യ ഈശോയോട് മാപ്പ് ചോദിക്കാം. മനസ്സ്, ഹൃദയം ഭാരത്താൽ നിറഞ്ഞ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയതിനെ ഓർത്ത് ഈശോയോട് മാപ്പപേക്ഷിക്കാം. കർത്താവേ, നിൻ്റെ തിരുവചനത്തിൻ്റെ ഉന്നത ശക്തിയാൽ എൻ്റെ ഹൃദയത്തെ, ആത്മാവിനെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ ഉന്നത പ്രഭയാൽ, പ്രകാശത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് തീഷ്ണമായി ഈ ആരാധനാ നിമിഷങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഓ യേശുവേ, പ്രത്യാശ പകരണമേ നാഥ, പ്രത്യാശ പകരണമേ. പ്രത്യാശ പകരണമേ നാഥ,
പ്രത്യാശ പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മോടൊത്തായിരിക്കുന്ന ഈശോയെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സങ്കീർത്തകൻ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു: ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാറ്റിലും എല്ലായിടങ്ങളിലും യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം എന്നതാണ് ദൈവതിരിഹിതം. കാരണം ഈശോ ആരാധനയ്ക്ക് അർഹനായവനാണ്, ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ ദൈവമാണ്. ഈ വലിയ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നവനായി വസിക്കുന്ന ഈശോയെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മെ തന്നെ പൂർണ്ണമായി പരമേൽപ്പിച്ച് നമുക്ക് ആരാധിക്കാം. അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് മഹത്വപ്പെടുത്താം. നിൻ കൽപ്പനയാ പേടകം നിർമ്മിച്ച നോഹതൻ വിശ്വാസം നൽകണമേ. അവിടുത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ആമേൻ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയിലെ വിശ്വാസത്താലെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങാം. നമ്മളെവിടെയായിരിക്കുന്നവോ കൂപ്പുകരങ്ങളോടെ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയുടെ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്കൊരുക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയും ആരാധനയുമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയും ആരാധനയുമേ. പരിശുദ്ധ പരമ